ഹലോ, ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ മുട്ടയും നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ മലബാർ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇവിടെ നല്ല പോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ നെയ്യിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഗാർണിഷ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. ഇനി ഈ നെയ്യിലോട്ട് 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇനി നെയ്യിലിട്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ബനാന വഴറ്റിയെടുക്കുമ്പോൾ ഓവറായിട്ട് വഴറ്റിയെടുക്കേണ്ട. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ 4 മുട്ട പൊട്ടിച്ചിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയാണോ നേന്ത്രപ്പഴം എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ മുട്ട എടുക്കാൻ. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽ ചേർക്കുന്നുണ്ട്. പിന്നെ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് 2 ഏലക്കേൻ്റെ കുരുവാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഏലക്കാപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ നല്ല പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ നമ്മൾ നേരത്തെ നേന്ത്രപ്പഴം നെയ്യിൽ വഴറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബനാന മുട്ട മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് നിരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാനിപ്പോൾ കായ്പോള ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇതുപോലെ ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇത് വെച്ചുകൊടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ചൂടാക്കിയ പാനിൻ്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഞാനിത് വെച്ചുകൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഏറ്റവും കുറഞ്ഞ തീയിൽ നമ്മളൊരു 20 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് ഇത് കുക്കാവുന്ന ടൈമിൽ വ്യത്യാസം വരും കേട്ടോ. 20 മിനിറ്റിന് ശേഷം ഞാനിതുപോലെ ഒരു പപ്പടക്കോല് വെച്ച് ഒന്ന് കുത്തി നോക്കി. അപ്പോൾ ഇത് ക്ലിയറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായ്പോള അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ മുകളിലൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് വേറെ നോൺ സ്റ്റിക്ക് പാനിലേക്ക് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മറിച്ചിട്ടൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് ഇതിൽ നിന്ന് എടുക്കാൻ, എന്നാലാണ് കറക്റ്റായിട്ട് വിട്ടു പോരുള്ളൂ. ഞാനിപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കായ്പോള നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ മുട്ടയും നേന്ത്രപ്പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കാണ്. വെറും 10 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടെയാണ് കേട്ടോ അത്. മുട്ടയും നേന്ത്രപ്പഴമാണല്ലോ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. പിന്നെ ഇഫ്താറിന് സെർവ് ചെയ്യാം കേട്ടോ ഈ സ്നാക്ക്. ഇഫ്താറിനൊക്കെ മലബാർ ഭാഗങ്ങളിൽ ഉണ്ടാക്കുന്നൊരു സ്നാക്ക് തന്നെയാണിത്. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഈ മലബാർ കായ്പോള അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.